ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കോടതിയാണ്. സുസ്മിത രോഹിതിനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്ന കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് അർജുൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട കോടതി, ഈ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കണം. ഇത് കേൾക്കുന്ന ജഡ്ജി ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഈ കേസിന്റെ വിധി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ കോടതി പറയുന്നതാകും. അത്രയും പറഞ്ഞുകൊണ്ട് ജഡ്ജി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കേസ് അന്വേഷണത്തെക്കുറിച്ചും കൂടാതെ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ തെളിവിന്റെ വിശ്വസ്തതയെക്കുറിച്ചും അറിയാനായിട്ട് ശ്രീരഞ്ജിനിയെയും കൂടാതെ പബ്ലിക് പ്രോസിക്യൂട്ടർ അർജുനെയും ചേംബറിലേക്ക് വിളിപ്പിക്കുന്നുവെന്നും ജഡ്ജി പറയുന്നു. ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത. സാറേ, ഇതെന്തായി തീരുമെന്ന് അമീറിനോട് ചെന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ, തെളിവുകൾ വ്യാജമാണെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം, പക്ഷേ എല്ലാം കോടതിയുടെ തീരുമാനം പോലെ ഇരിക്കുമെന്ന് അമീർ പറയുമ്പോൾ, താൻ എന്ത് തേങ്ങയാടോ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രബോസ് അമീറിന് നേരെ ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ വിധി പറയുന്ന സമയം ഇതാ വന്നെത്തിയിരിക്കുന്നു. ജഡ്ജി പറയുകയാണ്, ആദ്യം ഈ കേസിന്റെ വാദം നടന്നപ്പോൾ ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇവർ തമ്മിലുള്ളത് സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ പിണക്കവുമാണെന്ന കോടതി തെറ്റിദ്ധരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സാക്ഷികളുടെയും കൂടാതെ ഈ തെളിവിന്റെയും അടിസ്ഥാനത്തിൽ ഈ കേസ് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലായിരിക്കുന്നു. ഒരു ഭർത്താവിനോടെന്നല്ല, ഒരു മനുഷ്യനോട് ആരും ചെയ്യാൻ പാടില്ലാത്ത പോലത്തെ ക്രൂരതയാണ് സുസ്മിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്നത്. രോഹിത് ഇപ്പോഴും ജീവനോടെയുള്ള സ്ഥിതിക്ക് ഇതെന്താണെങ്കിലും ഒരു കൊലക്കുറ്റമായി ഞങ്ങൾ എടുക്കുന്നില്ല. പക്ഷേ പ്രതിയുടെ വൈരാഗ്യ ബുദ്ധിയും മാനസിക നിലയും കണ്ടിട്ട് ഇതൊരു കൊലക്കേസിന്റെ അതേ ഗൗരവത്തിൽ തന്നെയാണ് കോടതി കാണുന്നത്. വിവാഹശേഷം മാസങ്ങളോളം തന്റെ ഭർത്താവിനെ വകവരുത്താൻ വേണ്ടി സുസ്മിത നോക്കിയിരിക്കുകയായിരുന്നു. മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ഈ കുറ്റകൃത്യത്തിന് പ്രീതിയും സാക്ഷിയായിരുന്നു എന്ന കാര്യം CCTV വിഷ്വൽസിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. ഈ കേസ് തെളിയിക്കാൻ ഈ CCTV ഫുട്ടേജ് തന്നെ ധാരാളമാണ്. കൂടാതെ എല്ലാവരെയും കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിച്ച പ്രീതിയെ ഈ അവസ്ഥയിലാക്കാൻ കാരണം സുസ്മിതയാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിരിക്കുന്നു. നുണപരിശോധന തടയാൻ വേണ്ടി സ്വയം കിഡ്നാപ്പിംഗ് നാടകം നടത്തിയ കാര്യവും കൂടാതെ നുണപരിശോധന സമയത്ത് ഹാർട്ട് ബീറ്റ് വരാതിരിക്കാൻ വേണ്ടി ടാബ്ലറ്റ് കഴിച്ചതും ഒക്കെ തന്നെ കോടതി പരിഗണിക്കുന്നു. ഇതെല്ലാം ചെയ്ത വഴി സുസ്മിത കോടതിയെയും കൂടാതെ പോലീസിനെയും പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുന്ന സുസ്മിത ഒരു പേടിയോടെ ജഡ്ജിയെ നോക്കുകയാണ്. കേസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി സാക്ഷിയായ പ്രീതിയെ മയക്കുമരുന്ന് കൊടുത്ത് കിടത്താൻ ശ്രമിച്ച കാര്യവും കോടതി ഗൗരവത്തിലെടുക്കുന്നു. ഈ പ്രതി സുസ്മിത ഈ സമൂഹത്തിന് തന്നെ അപകടമാണെന്ന് കോടതി വിധി എഴുതുകയാണ്. ഇത്തരക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകണം. അങ്ങനെ നടത്തേണ്ട കടപ്പാട് കോടതിക്കുണ്ട്. ആയതിനാൽ സുസ്മിതയ്ക്ക് 6 വർഷം കഠിന ശിക്ഷയാണ് കോടതി വിധിക്കുന്നത്. ഇത് കേൾക്കുന്ന സുസ്മിതയും ചന്ദ്രബോസും ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് പ്രീതിയും അർജുനും ശാലിനിയും വിഷ്ണുവും. കൂടാതെ ശ്രീരഞ്ജിനിക്കെതിരെ പറഞ്ഞിരുന്ന വകുപ്പ് തല അന്വേഷണവും സസ്പെൻഷനും ഒഴിവാക്കിയ കാര്യവും ഈ കോടതി അറിയിക്കുകയാണ്. അങ്ങനെ കോടതി പിരിയുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സുസ്മിത. ചന്ദ്രബോസ് സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ സുസ്മിത പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ചന്ദ്രബോസിനെ കൂട്ടിക്കൊണ്ട് സുസ്മിത നേരെ പോകുന്നത് അമീറിന്റെ അടുത്തേക്കാണ്. താൻ എന്തൊക്കെയായിരുന്നോ പറഞ്ഞത്? എന്നിട്ടിപ്പോ എന്തായി? അച്ഛന്റെ കയ്യിൽ നിന്ന് താൻ പുളിങ്കുരു പോലെയല്ലേ കാശിനി വാങ്ങിച്ചത്? എന്നിട്ട് താൻ എനിക്ക് എന്താ ചെയ്തു തന്നത്? ഇത് കേൾക്കുന്ന അമീർ ദേഷ്യത്തോട് പറയുകയാണ്, നീ ചെയ്ത കുറ്റത്തിന്റെ പരമാവധി ശിക്ഷ ഇതൊന്നുമല്ല. വിചാരിച്ചിരുന്നെങ്കിലും നിനക്ക് ഈ ശിക്ഷ കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കാം. അത് കഴിഞ്ഞ് എന്താണെങ്കിലും നീ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി തന്നെ വന്നേനെ. നീ ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ നിനക്ക് തന്നെ കിട്ടി, അത്ര തന്നെ. കൂടാതെ അമീർ ദേഷ്യത്തോടെ ചന്ദ്രബോസിനോട് പറയുകയാണ്, ഇവളെന്തോ പുളിങ്കുരുവിന്റെ കണക്കൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ എല്ലാ പൈസയും ഇന്ന് തന്നെ തന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അമീർ പോകുമ്പോ, നീ എന്തിനടി അയാളെ കയറി ചൊറിയാൻ പോയത്? നമുക്കിനിയും അയാളെ കൊണ്ട് ആവശ്യമുള്ളതല്ലേ എന്ന് ചന്ദ്രബോസ് പറയുന്നു. കള ചിറ്റപ്പ, നമുക്കെന്തിനാ ഇനി അയാള്? തുടർന്ന് അമീർ ചെന്ന് അർജുന് കൈ കൊടുക്കുകയാണ്. സുസ്മിതയെ കൊണ്ട് നിങ്ങൾക്കിനി ഒരു ശല്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അമീർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസിനെയും സുസ്മിതയുമാണ്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി കോർട്ട് ഓർഡർ വാങ്ങിയിട്ട് വരാമെന്ന് വനിതാ പോലീസിനോട് ചന്ദ്രബോസ് പറയുകയാണ്. ഇവളെ വിലങ്ങണിയിച്ചേക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രബോസ് പോകുമ്പോൾ വനിതാ പോലീസ് സുസ്മിതയുടെ കയ്യിൽ വിലങ്ങണിയിക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും മറ്റുള്ളവരും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.